ഞാനെന്താ ഈ പേനയും ബുക്കും പിടിച്ചിരുന്ന് ആലോചിക്കുന്നതെന്നറിയോ? ലിസ്റ്റ് എഴുതാണ്. ലിസ്റ്റ് ഈസ് എ മസ്റ്റ്. കാരണം ലിസ്റ്റ് ഇല്ലാതെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അവിടെ ഇരിക്കുന്ന ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ വീട്ടിൽ വരും. അതുകൊണ്ട് ഞാൻ നമ്മുടെ തിരുവോണത്തിൻ്റെ സദ്യ സാധനങ്ങൾക്കുള്ള ലിസ്റ്റ് എഴുതണം. പപ്പടം, പാൽ, ഷുഗർ, പടവലങ്ങ, കുക്കുംബർ, മത്തങ്ങ, പിന്നെ ഏത്തക്ക, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നാണ് ആലോചിക്കുന്നത്. ഞാൻ കുറേ നേരമായി മുസ്ലിം എടുത്തു വെച്ചിട്ട് സമയം കിട്ടുന്നില്ല ഉത്രാടത്തിന് പാച്ചിലിന്. കാരണം ആദ്യമേ ഈ പരിപാടികളൊക്കെ നമ്മുടെ സാധാരണ ഡെയിലി വർക്കുകളുണ്ടല്ലോ, അതായത് മറ്റേ ഫുഡ് ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും, സ്കൂളിൽ നിന്ന് ലഞ്ച് കഴിക്കാൻ വരും, അപ്പോഴത്തേക്ക് ആ പരിപാടിയൊക്കെ തീർത്തു. എന്നിട്ട് ഞാൻ ഓടി വന്നിരുന്നു ഇത് കഴിക്കുമ്പോഴാണ് ഞാൻ ലിസ്റ്റ് ബാക്കി എഴുതിയത്. ഓ എൻ്റെ കർത്താവേ, നല്ല ലെഗ് വർക്കൗട്ട് ആയിരുന്നു. അതുകൊണ്ട് പരിപ്പിളകിയിരിക്കുക എൻ്റെ കാലിൻ്റെ ഒക്കെ. എന്തോരാണ് കാറ്റത്ത്. ഞാൻ പറഞ്ഞ ആ പ്രാവ് ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ശരിക്കും ഉത്രാടത്തിന് എൻ്റെ വീട്ടിലൊക്കെ ഇതുപോലെ ആകെ ഒരു പൂ സെൻറ്ററിൽ ഇങ്ങനെ നമ്മൾ പൂക്കെ വാരിക്കളഞ്ഞ് വെള്ളമൊക്കെ തളിച്ചിട്ട് ഇത് മാത്രം വെക്കുകയുള്ളൂ. ഞങ്ങളും അങ്ങനെ തന്നെ. ഞങ്ങളിന്ന് രാത്രിയിൽ അതിഗംഭീരമായിട്ട് പൂവിടണം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ കോഴിക്കോട് കല്യാണം കഴിച്ച് ചെന്നപ്പോഴേ അത് എനിക്ക് ഓർമ്മ വരാൻ കാര്യം ഞാനിപ്പോൾ ലിസ്റ്റിൽ മറ്റേ ചിക്കൻ, പോർക്കും ഫിഷും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് ചെന്ന സമയത്ത് അവിടെ അമ്മമ്മേൻ്റെയും അമ്മച്ചൻ്റെയും വീട്ടിലാണ് ഫുൾ ഓണം ആഘോഷിക്കുക. അപ്പോൾ അമ്മയുടെ 4 ആങ്ങളമാർ, അവരുടെ ഭാര്യമാർ, മക്കൾ, ബാലിന് കുറേ കസിൻസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഓണം ആഘോഷിക്കുമ്പോൾ ഫസ്റ്റ് ഓണമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ സദ്യ കഴിക്കാനിരിക്കുമ്പോൾ മറ്റേ ഞങ്ങളുടെ നാട്ടിൽ ഓലം വന്നു, കാളം വന്നു, പപ്പടം വന്നു എന്നൊക്കെ പറയുന്നതല്ല, ഇവിടെ ഫുള്ള് നോൺ വെജ് ഐറ്റംസ്. വായിലിങ്ങനെ വെള്ളം വരും. പക്ഷെ എന്നിട്ട് ഞാൻ കൺട്രോൾ ചെയ്ത് ആറ്റിറ്റ്യൂഡ് വിടാതെ ഞാൻ പറഞ്ഞു, ഓണത്തിന് എങ്ങനെയാണ് നോൺ വെജ് കഴിക്കുക? എൻ്റെ വീട്ടിലൊക്കെ വെജ് മാത്രമേ കഴിക്കുള്ളൂ. ആ പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇതുവരെ ഒരു തിരിഞ്ഞോട്ടം ഉണ്ടായിട്ടില്ല. എനിക്കിപ്പം അതെന്ത് സദ്യ എന്ന് പറഞ്ഞാലും എനിക്ക് എന്തെങ്കിലും ഒരു നോൺ വെജ് ഉള്ളതാണ് സന്തോഷം. എനിക്ക് മാത്രമല്ല, ബാലിനും നീലിന് ഡബിൾ സന്തോഷമാണ്. അവന് ചിക്കൻ ഫ്രൈ ഒക്കെ കിട്ടിയാൽ അത് മതി. അപ്പോൾ ഞാൻ ഇന്ന് അതുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാലേ സാധനങ്ങൾ ഇങ്ങോട്ടും ഇല്ല, അങ്ങോട്ടേക്ക് ചെല്ലണം. അപ്പോൾ എന്നാൽ ഓക്കെ. അപ്പോൾ ഹാപ്പി ഉത്രാടപ്പാച്ചിൽ. ബൈ ബൈ. ഞാനും പോയി പായട്ടെ. ബൈ ബൈ.